സുഹൃത്തുക്കളെ, ഇതൊരു തോടല്ല. ഇത് നിലമ്പൂർ നഗരസഭയിലെ തോണിപ്പുഴ ഡിവിഷനിൽ CT കോയ റോഡിൽ ഒന്നാമത്തെ ക്രോസാണ്. ആ പ്രദേശത്ത് 8ഓളം വീടുകൾ വളരെ ദുരിതത്തിലാണ്, വെള്ളക്കെട്ട് കാരണം. ആ വീടുകൾക്ക് തന്നെ ഭീഷണിയാണ്. വെള്ളം ഓളം തള്ളിയിട്ട്, വാഹനങ്ങൾ പോകുമ്പോൾ ഓളം തള്ളിയിട്ട് ആ വീട്ടിലേക്ക് ഒന്നായിട്ട് അടിച്ച് കയറുകയാണ്. ആ വീടിന്റെ ഭിത്തിയൊക്കെ പൊളിയാനായിട്ടുണ്ട്. ഞങ്ങൾ 8 വർഷത്തോളമായി ഈ ഇവിടെ താമസിക്കുന്ന ഒരു 5-8 വീട്ടുകാർ നടക്കാനും വീട്ടിൽ കയറാനും പറ്റാതെ വേറെ ഓരോരോ സ്ഥലത്ത് കൂടെ കൂടുവഴി കൂടെയൊക്കെ പോയിട്ടാണ് ഇപ്പം ഓരോ കാര്യങ്ങൾ നടത്തണം പോണതൊക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ വെള്ളം ഒരു സാധനം കൊണ്ടുവരാനോ പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ വെള്ളം അടിച്ചു കയറി സൈലൻസറിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി സ്ലോ ആക്കി കഴിഞ്ഞാൽ എഞ്ചിൻ മണി ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബൈക്ക് വരെ പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. പല പ്രാവശ്യം കൗൺസിലറോട് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. കൗൺസിലർ പറയണത് ശരിയാക്കാന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഇതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൗൺസിൽ ഒന്നുകിൽ പറഞ്ഞു തരും ഞങ്ങൾക്ക്. അതല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ നിൽക്കുന്നത്. ഇതിന് എന്തെങ്കിലും തീരുമാനം ഉടനടി ഉണ്ടാക്കി തരണം. ഈ എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് 6 മാസം നിന്നിട്ട് ഈ വെള്ളം വറ്റിപ്പോകുന്നത് വരെ ഈ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് നാറ്റം തുടങ്ങും. അപ്പോൾ നാറ്റം തുടങ്ങിയിട്ടില്ല. ഈ വെള്ളം നാറിയിട്ട് ഇവിടെ സാംക്രമിക രോഗങ്ങൾ അധികരിച്ചു വരികയാണ്. അതിനെതിരെ എന്തെങ്കിലും നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ലാണ് ഞങ്ങൾ പ്രദേശവാസികൾ നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് CPM തോണിപ്പയിൽ ബ്രാഞ്ച് ഇതിന് ശക്തമായിട്ട് കൗൺസിലർ വീട്ടിൽ ഞങ്ങൾ മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുറെ വർഷക്കാലമായി നമ്മൾ ഇത് പറയലെടുത്തിട്ട്. കാരണം UDF ഭരിക്കണ കൗൺസിലറാണ്. UDF ഭരിക്കണ കൗൺസിലർ പറയാണ് ചെയർമാൻ തരുന്നില്ല. ചെയർമാനോട് ഞങ്ങൾ CPM ബ്രാഞ്ച് പറഞ്ഞപ്പോ പറഞ്ഞാണ് കൗൺസിൽ വെച്ചാലല്ലേ ഇത് കിട്ടുക, കൗൺസിലിൽ ഇത് വെക്കാൻ പറയും കൗൺസിലറോട്. കൗൺസിലർ ഇതിനെ പറ്റി മുണ്ടിയിട്ടില്ല. ഈ വാർഡില് തൊട്ടപ്പുറത്തെ പ്രദേശത്ത് ഇതേ അവസ്ഥ ഉണ്ട്. ആ റോഡും നമുക്ക് പോയി ഒന്ന് കാണാം. വീട്ടിലേക്കുള്ള വഴിയാണിതിപ്പം. ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പം ഇങ്ങനെ കാണാലോ. മഴക്കാലത്ത് ഈ റോഡിൽ കൂടി നമുക്ക് പോകാനോ ഇതിനോ പറ്റില്ല. അതുപോലെ മഴക്കാലത്ത് വരുന്ന വെള്ളം മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ വാഹനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ എല്ലാം അനുഭവിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലേക്കാണ് വെള്ളം മുഴുവനും വരുന്നത്. അതുപോലെ മുനിസിപ്പാലിറ്റിയിലും പല രീതിയിൽ നമ്മൾ മെമ്പർമാരോടും ഒക്കെ പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ടില്ല. ഈ 2 ടൈമിൽ ഭരണകക്ഷിയെ മെമ്പറും ഭരണം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എല്ലാ അർത്ഥത്തിലും എന്ത് സഹായം വേണമെങ്കിലും നമ്മളെക്കൂടി ചെയ്യാം എന്ന് പറഞ്ഞതായിരുന്നു. പാലോളി അതിനു വേണ്ടിക്കാണ്ട് പല പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോഴൊക്കെ